ചെമ്മനത്തുകര ഗവൺമെൻറ് UP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഒക്ടോബർ മാസം 6-ാം തീയതി വർണ്ണാഭമായ പരിപാടികളോടെ പര്യവസാനിക്കും. 1924 ഒക്ടോബർ 6-ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ആരംഭിച്ച സ്കൂൾ തുടർന്ന് ചെമ്മനത്തുകര SNDP ശാഖയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് നടത്തി വന്നിരുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ മാർഗമില്ലാത്ത അവസ്ഥയിൽ 1947 സ്കൂൾ ഗവൺമെൻറ്റിന് വിട്ടുനൽകുകയും UP സ്കൂളായി ഉയർത്തുകയും ചെയ്തു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ശതാബ്ദി ആഘോഷ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. നാളെ രാവിലെ ആഘോഷ കമ്മിറ്റി കൺവീനർ EK കിഷോർ പതാക ഉയർത്തുന്നതോടെ ശതാബ്ദി ആഘോഷ സമാപന പരിപാടികൾ ആരംഭിക്കും. ഗവൺമെൻറ് UP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഒരു സമാപനത്തിലേക്ക് നമ്മൾ കടന്ന് വന്നുകൊണ്ടിരിക്കുക. ഒക്ടോബർ 2-ാം തീയതി ആരംഭിച്ച് 6-ാം തീയതി നമ്മുടെ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര കൂടിയാണ് ഈ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിക്കുന്നത്. 1924 ഒക്ടോബർ മാസം 6-ാം തീയതി ആരംഭിച്ച ഒരു സരസ്വതി ക്ഷേത്രം ഒരു പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സമഗ്രമായ സംഭാവന ചെയ്തതിൻ്റെ 100 വർഷ പൂർത്തീകരണത്തിലേക്കാണ് ഈ സ്കൂളും ഈ നാടും എത്തിച്ചേരുന്നത്. 1924 ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ ചെമ്മനത്തൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സോടുകൂടി ആരംഭിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ചെമ്മനത്തുകര ഗവൺമെൻറ് UP സ്കൂൾ. ആ സ്കൂളാണ് ഇന്ന് ശതാബ്ദിയുടെ നിറവിൽ എത്തി നിൽക്കുന്നത്. രാവിലെ ഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും എന്ന വിഷയത്തിൽ ക്വിസ് മത്സരം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടക്കും. ഒക്ടോബർ മാസം 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മോട്ടിവേഷൻ പ്രോഗ്രാം ആരംഭിക്കും. പ്രശസ്ത മോട്ടിവേറ്റർ കണ്ണദാസൻ നയിക്കുന്ന പ്രോഗ്രാമിനെ തുടർന്ന് പ്രശസ്ത മജീഷ്യൻ പ്രൊഫസർ ചെല്ലപ്പൻ അവതരിപ്പിക്കുന്ന മാജിക് ഷോ അരങ്ങേറും. ഒക്ടോബർ മാസം 4-ാം തീയതി വർത്തമാനകാലത്ത് പൊതുവിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അധികരിച്ച് വിദ്യാഭ്യാസ സെമിനാർ നടക്കും. TB പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീജി ഷാജി ഉദ്ഘാടനം ചെയ്യും. ചെമ്മനത്തുകര ഗ്രാമത്തിന് അക്ഷര വെളിച്ചം വിതറി നൽകുന്ന നമ്മുടെ ചെമ്മനത്തുകര ഗവൺമെൻറ് UP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം ഒക്ടോബർ 2 മുതൽ തുടങ്ങുകയാണ്. പാഠ്യേതര വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് ചെമ്മനത്തുകര ഗവൺമെൻറ് UP സ്കൂൾ. കലാരംഗത്തും കായിക രംഗത്തും അക്കാദമിക രംഗത്തും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CT ജോസഫ് മോഡറേറ്ററാവും. ഹെഡ്മിസ്റ്റർ സീമ ജയദേവൻ, MD ബാബുരാജ്, R പ്രസന്നൻ, PK ഹരിദാസ്, മണിലാൽ, NK ലാലപ്പൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. ഒക്ടോബർ മാസം 5-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും തുടർന്ന് ഗാനസാമ്രാട്ട് കൊച്ചിൻ മൻസൂർ അവതരിപ്പിക്കുന്ന സ്മൃതിലയം ഗാനസന്ധ്യയും നടക്കും. ഒക്ടോബർ 6-ന് സമാപന ഘോഷയാത്ര വൈകുന്നേരം നാവള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കും. കരകാട്ടം, ഗരുഡൻ തൂക്കം, തെയ്യം, നിശ്ചല ദൃശ്യങ്ങൾ, മുത്തുക്കിടകൾ, താളമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ സമാപന സമ്മേളനം ആരംഭിക്കും. വൈക്കം MLA CK ആശ അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യ പ്രഭാഷണം നടത്തും. ഗുരുവന്ദനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത് നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി, ആഘോഷ കമ്മിറ്റി ചെയർമാൻ S ബിജു, PTA പ്രസിഡന്റ് TM മജീഷ് തുടങ്ങി ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. തുടർന്ന് രാഹുൽ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ് അരങ്ങേറും. ഇതോടെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കൊടിയിറങ്ങും. ഇതിൻ്റെ അഭിമാന സ്തംഭമായ ഈ വിദ്യാഭ്യാസ സ്ഥാപനം 100 വർഷം പൂർത്തിയാക്കുമ്പോൾ അതൊരു പക്ഷേ ടീപൂരം ഗ്രാമത്തിൻ്റെ കുറഞ്ഞപക്ഷം ചെമ്മനത്തുകര എന്ന ചെറിയ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവ ഛായയിലേക്ക് നയിക്കുന്ന പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ പഠിച്ചുപോയ തലമുറകൾ ഇവിടെ കടന്നു വരും. ഇവിടെ ഒക്ടോബർ മാസം 5-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും തുടർന്ന് ഗാനസാമ്രാട്ട് കൊച്ചിൻ മൻസൂർ അവതരിപ്പിക്കുന്ന സ്മൃതിലയം ഗാനസന്ധ്യയും നടക്കും. ഒക്ടോബർ 6-ന് സമാപന ഘോഷയാത്ര വൈകുന്നേരം വിഷൻ ന്യൂസ് വൈക്കം.